ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നിരോധം എന്നുള്ള ലക്ഷണത്തോടുകൂടി ദശമസ്കന്ധത്തിലൂടെയുള്ള യാത്ര. ഇന്നിതാ നമ്മള് വൃന്ദാവന വിഹാരത്തിലേക്ക് കടക്കുന്നു അല്ലെ. വൃന്ദാവനം എന്നുള്ള ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളില് വല്ലാത്തൊരു ആനന്ദം അല്ലെ. ഗുരുവായൂര് എന്നുള്ള ഒരു ബോർഡ് കാണുമ്പോൾ നമുക്ക് ആ ഉണ്ണിക്കണ്ണനെ ഓർമ്മ വരും. അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാകുന്നതായിട്ടുള്ള മനസ്സിന്റെ സന്തോഷം, ഇതൊക്കെ നമുക്ക് ഓർമ്മ വരും. എന്ന് പറഞ്ഞ പോലെയാണ് വൃന്ദാവനം എന്ന് പറയുന്ന ആ ഒരു വാക്ക് പറയുമ്പോൾ തന്നെ നമ്മളുടെ ഉള്ളിലേക്ക് വല്ലാത്തൊരു അനുഭൂതി വന്നു ചേരുന്നു. അങ്ങനെയുള്ള ആ വൃന്ദാവനം എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അവിടെ ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നു. അവിടെ ഗോപബാലന്മാര് എല്ലാവരും അഘാസുരവധം ഒക്കെ പറയുന്നതൊക്കെ ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് അമ്മമാരോടൊക്കെ ചെന്ന് പറയുന്നത്. ഇപ്പൊ ഗോകുലത്തിലെ മുതിർന്നവർ അതിനു മുമ്പ് തന്നെ ശരിക്ക് ഇത് അറിയാതിരുന്നിട്ടില്ലായിരിക്കാം. എന്തായാലും ആ ഉണ്ണികള് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാം ഭഗവാന്റെ ലീലകളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവിടെ. എന്തായാലും അതിനുശേഷം രാമകൃഷ്ണന്മാർക്കൊക്കെ പ്രായം മാറി. എന്തായി? കൗമാരത്തിൽ നിന്നും പൗഗണ്ട് വയസ്സിലേക്ക് കടന്നു. പൗഗണ്ട് എന്ന് പറഞ്ഞാല് 5 വയസ്സ് വരെയാണ് യഥാർത്ഥത്തിലെ കൗമാരം. 5 വയസ്സ് മുതൽ 10 വയസ്സ് വരെ എന്ന് ശ്രീധരീയം പറയുന്നുണ്ടെങ്കിൽ അവിടെ പൗഗണ്ടോ നവഹായന എന്ന് പറയുന്നത് 9 വയസ്സ് വരെ പൗഗണ്ട വയസ്സ്. പഞ്ചവർഷാൽ കൗമാരം പൗഗണ്ടോ നവഹായന എന്ന് നിർണയ സിന്ധു എന്നുള്ള ഒരു ഗ്രന്ഥത്തിൽ നിന്നും അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തായാലും ഇപ്പോ 5 വയസ്സ് കഴിഞ്ഞുള്ള പ്രായം ഉണ്ണികള് വലിയ പശുക്കളെയൊക്കെ അല്ലെ, ഇത്രയും നാളും പശുക്കുട്ടികളെയാണ് കൊണ്ടുവരുന്നതെങ്കിൽ ഇനി നന്ദിനിക്കുട്ടിയെ വിട്ടിട്ട് അല്ലെ, നന്ദിനിക്കുട്ടിയുടെ അമ്മയും കൂടെ കൂട്ടിക്കൊണ്ടു പോകാനുള്ള ഒരു പ്രായം രാമകൃഷ്ണന്മാർക്ക് ഉണ്ടായി എന്ന് പറയാണ്. എന്തായാലും പശുക്കളെ മേയ്ക്കുവാൻ വേണ്ടി അവര് പ്രാപ്തരായി എന്ന് ആ ഗോപന്മാര് ഒക്കെ അവിടുന്ന് ഗോപന്മാർക്കൊക്കെ സമ്മതമായി. അങ്ങനെ കൃഷ്ണനും ബലരാമനും ഒക്കെ ആ പൈക്കുട്ടികളെ മേയ്ക്കുന്നതിന് പകരം ഇനി വലിയ പശുക്കുട്ടികളെയൊക്കെ മേയ്ക്കുവാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. ഭഗവാൻ അവിടുന്ന് തൻ്റെതായിട്ടുള്ള ഒരു അടയാളം അല്ലെ, ആ വേണുഗാനം ബഭൂവതുസ്തൗ പശുപാല സമ്മതോ ഗാശ്ചാരയന്തോ സഖിഭി സമം പതേർ വൃന്ദാവനം പുണ്യമതീവ ചക്രതൂ. ഭഗവാന്റെ വേണുഗാനം തന്മാധവോ വേണു മുദീരയന്തോ ഉദീരയൻ വ്രതോ ഗോപീർ ഗൃണദ്ഭിസ്വയശോ ബലാന്വിത പശൂൻ പുരസ്കൃത്യ പശവ്യമാവിശ ജുഹർത്തുകാമകുസുമാകരം വനം. ഭഗവാൻ വേണുഗാനം ചെയ്തു തുടങ്ങിയതോടുകൂടി കൂട്ടുകാരൊക്കെ ഈ ഒരു തീരുമാനത്തെ അവിടുന്ന് പിന്താങ്ങിക്കൊണ്ട് പ്രശംസിച്ചുകൊണ്ട് അവര് ഒപ്പമുണ്ടാകും. അങ്ങനെ ധാരാളം പുല്ലും അതുപോലെ തന്നെ പുഷ്പങ്ങളുമുള്ള ഈ വൃന്ദാവനത്തിലൂടെ ആ പൈക്കളെ മുമ്പേ നടത്തിക്കൊണ്ട് അവരെല്ലാവരും കൂടി വേണുഗാനം ചെയ്തുകൊണ്ട് ഭഗവാൻ വൃന്ദാവനത്തിലേക്ക് കടന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആ വൃന്ദാവനത്തിന്റെ ഒരു മനോഹാരിത അവിടെ കാണിക്കുന്നു. തന്മഞ്ജുഘോഷാളി മൃഗാദ്വിജാകുലം മഹന്മന പ്രഖ്യപയ സരസ്വതാവാതേന ജുഷ്ടം ശതപത്രഗന്ധിനാ നിരീക്ഷ്യരെന്തും ഭഗവാൻ മനോദധേ. അവിടെ പറയാണ്, സജ്ജനങ്ങളുടെ മനസ്സെങ്ങനെയാണ്? യാതൊരുവിധ കളങ്കവുമില്ലാത്ത, കാപട്യമില്ലാത്ത സജ്ജനങ്ങളുടെ മനസ്സുപോലെയാണ് യഥാർത്ഥത്തിൽ അവിടെ ആ സരസ്സുകളിലൊക്കെ നിർമ്മലമായിട്ടുള്ള ജലം കാണാൻ സാധിക്കുന്നു. ആ തടാകത്തിൽ നിറച്ച് താമരകൾ വിടർന്നു നിൽക്കുന്നു. ചുറ്റും മനോഹരമായിക്കൊണ്ട് ഭഗവാന്റെ ഹരിശബ്ദം മൂളിക്കൊണ്ട് വണ്ടുകള് പാറിപ്പറക്കുന്നു. പിന്നെയോ
അവിടെ അടുത്ത സാധു മൃഗങ്ങളായിട്ടുള്ള മാൻ, മുയൽ തുടങ്ങിയതായിട്ടുള്ള മൃഗങ്ങളൊക്കെ അവിടെ ഒത്തുകൂടി ആ സരസിന് ചുറ്റുമായിക്കൊണ്ട് എല്ലാവരും കൂടെ ഒത്തുകൂടി ഇരിക്കുന്നു. കളകൂജനം ചെയ്യുന്നതായിട്ടുള്ള പറവകള്, പിന്നെയോ ഇവയ്ക്കിടെ ഈ താമരപ്പൂക്കളുടെ നറുമണം നുകർന്നുകൊണ്ട് മന്ദമാരുതൻ ഈ സുഗന്ധത്തെ എല്ലാ വൃന്ദാവനത്തിലുള്ള എല്ലാ ലതകളിലേക്കും വൃക്ഷങ്ങളിലേക്കും മനുഷ്യരിലേക്കും ഒക്കെ ആ സുഗന്ധത്തെ എത്തിക്കുന്നു. ഈ സുഗന്ധം കിട്ടുന്നതോടുകൂടിയാണ് വണ്ടുകളൊക്കെ ഓടി ഇങ്ങോട്ട് വരുന്നത്, ആ സുഗന്ധം മനസ്സിലാക്കിക്കൊണ്ട്. എന്തായാലും ആ വൃന്ദാവനം കണ്ട് ഭഗവാൻ അവിടെ കളിക്കുവാൻ വേണ്ടി നിശ്ചയിച്ചോടെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇളം ചുവപ്പ് കലർന്നതായിട്ടുള്ള തളിരുകള്, രാവിലെ ആ സൂര്യരശ്മികള് തളിരുകളിലേക്ക് അടിക്കുമ്പോൾ കാണുന്നതായിട്ടുള്ള ആ ഒരു സുപ്രഭാതം, ആ ഒരു ഉഷസ്, അത് സദാസമയവും വൃന്ദാവനത്തിൽ കാണാൻ സാധിക്കുന്നു. അതാണ് വൃന്ദാവനത്തിന്റെ ഒരു മഹാത്മ്യം അല്ലെ. നമുക്ക് രാവിലെ നമ്മള് സമുദ്രതീരത്തോ അല്ലെങ്കിൽ കുളത്തിന്റെ വക്കത്തോ ഒക്കെ ചെന്ന് നിൽക്കുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നതായിട്ടുള്ള ഒരു കുളിര്, ഒരു ഉഷസ്, അത് സദാസമയവും വൃന്ദാവനത്തിൽ കാണാൻ സാധിക്കുന്നു എന്ന് പറയാണ്. അപ്പം ഒരു ചുവന്ന് തൊടുത്തതായിട്ടുള്ള ആ തളിരുകള് കൂടിയതായിട്ടുള്ള വൃക്ഷലതാദികള്, അതൊക്കെ അതിലെന്താണ് ധാരാളം ഫലങ്ങളോടും പുഷ്പങ്ങളോടും കൂടിയിട്ട് അത് ആ ഒരു ഭാരം കൊണ്ട് കുനിഞ്ഞ് നിലം തൊടുന്നത് പോലെയുള്ള ആ വൃക്ഷങ്ങള്, ഇതൊക്കെ കണ്ട് ഭഗവാൻ അവിടുന്ന് പറഞ്ഞു, ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സ്മയന്നിവാഹാഗ്രജമാദിപൂരുഷ. ആദിപുരുഷനായിട്ടുള്ള ഭഗവാൻ തന്റെ ജ്യേഷ്ഠനായിട്ടുള്ള ബലരാമനോടായിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ പറഞ്ഞ? അഹോ അമീ ദേവപരാമരാർച്ചിതം പാദാംബുജം തേ സുമനഫലാർഹണം നമന്ത്യുപാദായ ശിഖാഭിരാത്മനസ്തമോപഹത്യൈ തരുജന്മയകൃതം. അല്ലയോ ദേവന്മാരുടെ ശ്രേഷ്ഠനായിട്ടുള്ള ബലരാമസ്വാമിയോട് പറയാണ്. കാരണം എപ്പോഴും ഏട്ടൻ എന്നുള്ളൊരു സ്ഥാനം ബലരാമസ്വാമിക്കാണ്. ഇവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ജ്യേഷ്ഠൻ എന്നുള്ളൊരു ഗുരുത്വത്തെ നമുക്ക് ഭഗവാൻ എടുത്ത് കാണിച്ചു തരികയാണ് ഇവിടെ. ഇത്രയും കാലവും ഈ ഗോപന്മാരാണെങ്കിലും ഒക്കെ ഈ ഭഗവാന്റെ പുറകെയാണ് കൂടുതൽ നടക്കുന്നത്. എന്തെങ്കിലുമൊക്കെ വിഷയം വന്നു കഴിഞ്ഞാൽ ഭഗവാനെ കണ്ണനെ വിളിച്ചോണ്ടാണ് നടക്കുന്നത്. അപ്പം കണ്ണൻ പറയാണ്, ഞാനല്ല, എനിക്ക് മുകളിലൊരാളുണ്ട്, ഏട്ടനാണ്, ഏട്ടനെയാണ് കാണേണ്ടത് എന്നുള്ള രീതിയിൽ ഇവിടെ ആ ഒരു സ്ഥാനം, ആ ജ്യേഷ്ഠൻ എന്നുള്ളൊരു സ്ഥാനം തനിക്കുണ്ടാകുന്നതായിട്ടുള്ള അവസ്ഥകളെ മുഴുവൻ ബലരാമസ്വാമിയിലേക്ക് ആവേശിക്കപ്പെടുകയാണ്. അവിടെ പറയുന്നു, ഏട്ടാ നോക്കൂ, ആ വൃക്ഷങ്ങള് ഫലങ്ങള് ധാരാളമായിട്ട് അവർക്ക് നിൽക്കാൻ വയ്യ. പുഷ്പങ്ങള് ചെറിയ ചെറിയ ചെടികള്, കമ്പിന് ചിലപ്പോൾ വണ്ണം കാണുകയില്ല, പക്ഷെ പൂ വലുതായിരിക്കും. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, അത് കൊലയായിട്ട് വൃന്ദാവനത്തിലെ ഈ ഒരു സന്മനസ്സിന്റെ എല്ലാ ജീവജാലങ്ങളുടെയും സന്മനസ്സുകൊണ്ട് അവിടുത്തെ ജീവൻ തുടിക്കുന്നതായിട്ടുള്ള ഓരോരോ വൃക്ഷലതാദികളിൽ ഉണ്ടാകുന്ന ഫലങ്ങളായിക്കോട്ടെ പുഷ്പങ്ങളായിക്കോട്ടെ, ഇതിന്റെ ഭാരം ചുവന്നുകൊണ്ട് നോക്കൂ കേട്ടാ, അവരുടെ ശിരസ് നിലത്ത് മുട്ടുന്ന രീതിയിൽ അവിടെ വന്നിരിക്കുന്നു. എന്തിനാണ് ഇവരുടെ നിലത്ത് മുട്ടുന്നത് ഏട്ടൻ അറിയോ? എന്തിനു വേണ്ടിയാണ്? ഏട്ടന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുവാൻ വേണ്ടിയിട്ടാണ്. പിന്നെയോ ഈ വൃന്ദാവനത്തിൽ ഉണ്ടാകുന്നതായിട്ടുള്ള സുഗന്ധങ്ങള്, ഈ സുഗന്ധങ്ങളെ മന്ദമാരുതൻ പല സ്ഥലത്തിലേക്ക് എത്തിക്കുമ്പോഴേക്കും ആ വണ്ടുകൾക്ക് ആ ഒരു മണം കിട്ടിക്കൊണ്ട് ഏട്ടന്റെ പാദങ്ങളിൽ നിന്നും ഉള്ള ആ പാദരേണുക്കളിൽ നിന്നും കിട്ടുന്നതായിട്ടുള്ള ആ ഒരു രസം പകർന്നതായിട്ടുള്ള വണ്ടുകൾ ഇവിടെ വന്ന് ഏട്ടനെ ഭജിക്കുവാൻ വേണ്ടി ഹരി 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 ശബ്ദം വെച്ചുകൊണ്ടുവരുന്നു. അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ പറയുന്നത്? അപ്പൊ അങ്ങയുടെ പാദങ്ങളെ നമിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഓരോരുത്തരും ഓരോ രീതിയിൽ വന്നിരിക്കുന്നത്. ഈ വൃക്ഷലതാദികളൊക്കെ ആരാണ് ശരിക്കും? പണ്ട് ധാരാളം പാപങ്ങൾ ചെയ്തിട്ട് ആ പാപങ്ങളൊക്കെ ഇല്ലാണ്ടാക്കുവാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ വൃക്ഷങ്ങളായിട്ട് മാറുന്നത്. അല്ലേ? നമുക്ക് നളകൂപര മണിക്കരുമാരുടെ കഥ അറിയാം. അപ്പൊ നമ്മളുടെ
എല്ലാ പാപങ്ങളെയും ഇല്ലാണ്ടാക്കുവാൻ വെയിലും വെളിച്ചവും അല്ലെ മഴയും കൊണ്ട് നിൽക്കുന്നതായിട്ടുള്ള വൃക്ഷങ്ങള് അവരുടെ എന്നിട്ടോ അവർക്ക് എങ്ങനെയാണ് അവരുടെ കർമ്മത്തിന്റെ ഫലം എന്താണ്? അവര് അല്ലെ സ്വയം അവര് ചെയ്ത് അവർക്ക് കിട്ടുന്നതായിട്ടുള്ള ഫലങ്ങളെ ഒരു ഫലം പോലും അവര് ഭക്ഷിക്കാതെ മറ്റുള്ളവർക്ക് മുഴുവൻ ദാനം ചെയ്യുന്ന ഒരു സൽക്കർമ്മത്തെ ഭഗവാൻ തന്നെ ചെയ്യിക്കുകയാണ് അവിടെ. അപ്പം ഈ വൃക്ഷങ്ങളായിട്ട് നിൽക്കുന്നവരൊക്കെ ആരായിരുന്നു യഥാർത്ഥത്തില്? ഇതിനു മുമ്പ് അല്ലെ ആർക്കും കൊടുക്കാതെ ഒന്നും ചെയ്തിരുന്ന സ്വാർത്ഥമതികളാണ് എങ്കിൽ അവരെ കൊണ്ട് സൽക്കർമ്മം ചെയ്യിക്കുവാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഏട്ടാ അവരിവിടെ നിൽക്കുന്നത്. അപ്പൊ ആ പാപികളായിട്ടുള്ള അവർക്ക് ഇന്ന് എന്തൊരു ഭാഗ്യമാണ്, അവരും പുണ്യജന്മം ചെയ്തവരാണ്. അപ്പൊ ഏട്ടനെ ആ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുവാൻ വേണ്ടി അവര് തയ്യാറാവുന്നു. പിന്നെയോ വണ്ടുകൾ ആരാണ് യഥാർത്ഥത്തില്? പണ്ടുള്ള യോഗീശ്വരന്മാരാണ് വണ്ടുകളായിട്ട് ഇവിടെ വന്നിട്ട് വരുന്നത്. അവിടുത്തെ എന്താണ് കീർത്തനങ്ങളെ പാടിക്കൊണ്ട് ഹരിശബ്ദം മുഴക്കിക്കൊണ്ട് ആ ഗാനം മുഴുവൻ ലോകരുടെ ഒക്കെ പാപത്തിന് പരിഹാരമാക്കിക്കൊണ്ട് അവരിതാ ഇവിടെ വന്ന് നാമം ജപിക്കുന്നു. അപ്പം വനത്തിൽ ഗൂഢമായിരിക്കുന്ന അങ്ങയെ തേടി അല്ലെ വന്ന് ഉപാസിക്കുന്നതായിട്ട് കാണുന്നു. എന്തൊരു അത്ഭുതമാണിത്! നൃത്യന്ത്യമീശിഖന ഈഡ്യമുദാഹരിണ്യ കുർവന്തി ഗോപ്യ ഇവത്തെ പ്രിയമീക്ഷണേന സൂക്രൈശ കോകിലഗണാഗഹമാഗൃഹമാഗതായ ധന്യാവനൗകസയ്യാൻഹി സതാം നിസർഗ. എന്തായേട്ടാ വൃന്ദാവനത്തിലേക്ക് വന്നപ്പോൾ നമുക്ക് കിട്ടുന്നതായിട്ടുള്ള ഓരോരോ അതിഥി സൽക്കാരങ്ങള് അല്ലെ? നൃത്യന്ത്യമീ ശിഖിന ഈഡ്യം ഉദാഹരിണ്യ. അങ്ങ് എത്ര കണ്ട് പൂജ്യനായിട്ടുള്ള ആളാണ് ശരിക്ക് അല്ലെ? ഈ മയിലുകള് അങ്ങയെ കണ്ടുകൊണ്ട് സന്തോഷത്തോടു കൂടി നൃത്തം വെക്കുന്നതായിട്ടുള്ള തോന്നുന്നു. എപ്പോഴാണ് മയിലുകൾ നൃത്തം വെക്കുക അല്ലെ? മഴ പെയ്യുന്നതിന് മുമ്പായിട്ട് കാർമേഘങ്ങൾ ഇരുണ്ട് കൂടുന്ന സമയത്താണ് എങ്കിൽ ഇവിടെതാ അങ്ങ് വന്നതോടുകൂടി അങ്ങയുടെ കൂടെ നൃത്തം ചെയ്യുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സന്തോഷം കൊണ്ട് മയിലുകൾ നൃത്തം ചെയ്തിട്ടുന്നു. അതുപോലെ മാൻപേടകളൊക്കെ എങ്ങനെയാണ്? മാൻപേടകള് എങ്ങനെയാണോ ഗോപികമാര് കണ്ണനെ അല്ലെ തന്റെ കടാക്ഷ കോണുകളിലൂടെ പരിഭവങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ട് ആ കണ്ണുകളെ കൊണ്ടാണ് അവർ പരിഭവങ്ങൾ പറയാറ്. എല്ലാ ലജ്ജയും അല്ലെ പ്രേമവും എല്ലാം ആ കണ്ണുകളിലൂടെ എത്തിക്കുന്നതായിട്ടുള്ള ഗോപികമാര് കടാക്ഷ വീക്ഷണത്തില് എങ്ങനെയാണോ ആനന്ദിപ്പിക്കുന്നത് അതേപോലെ ഏട്ടാ അവിടെ ആ ഗോപ്യ കുർവന്തി ഗോപ്യ ഇവത്തെ പ്രിയമീക്ഷമാണ. മാൻപേടകള് അങ്ങേതാ ആ കടക്കണ്ണുകൾ കൊണ്ട് പ്രേമ നൈരാശ്യത്തോടു കൂടി അവിടുന്ന് നോക്കുന്നു. കൊയിലുകൾ മധുരമാമണ്ണം സൂക്രൈശ കോകിലഗണ ഗൃഹമാഗതായ അല്ലെ? കൊയിലുകൾ മധുരത്തോടുകൂടി അവരെ പൂജനം ചെയ്യുന്നു. ഇതൊക്കെ എന്താണ് യഥാർത്ഥത്തില്? അതിഥി സൽക്കാരങ്ങളാണ് അതൊക്കെ. ധന്യാവനൗകസയ്യാൻഹി സദാം നിസർഗ. അപ്പം അങ്ങനെയുള്ള അവരുടെ ഈ ഒരു വാസസ്ഥലത്തേക്ക് വന്നതായിട്ടുള്ള വിശിഷ്ട അതിഥികളായിട്ടുള്ള അതിഥിയായിട്ടുള്ള അങ്ങയേതാ അവര് വേണ്ട രീതിയിൽ ഉപചരിക്കുന്നു. എന്തൊരു ഭാഗ്യമാണത്! ധന്യേയ മധ്യധരണീ തൃണവീരുധസ്ത്വൽ പാദസ്പൃശോ ദ്രുമലതാ കരജാഭിമൃഷ്ടാഃ നദ്യോദ്രയ ഖഗമൃഗാസതയാവലോകൈ ഗോപ്യോന്തരേണ ഭുജയോരപിയൽ മൃഗാശ്രീഹി. ഈ പറയുന്നു അവിടെ ആ അങ്ങയുടെ പാദസ്പർശം മൂലം ഇവിടെ തൃണങ്ങള് പുല്ലുകള് അല്ലെ? തൃണവീരുധസ്ത്വൽ. അപ്പം ഈ ഭൂപ്രദേശം പോലും ധന്യത നേടിയിരിക്കുന്നു അവിടുത്തെ പാദസ്പർശം കൊണ്ട്. കൂട്ടത്തില് അതിലുള്ള മറ്റ് മൃഗങ്ങൾ, മറ്റ് ജന്തുക്കള്, പുൽച്ചാടികളും അല്ലെ? പിന്നെയോ അങ്ങയുടെ ഈ നഖസ്പർശനം ഏറ്റതുകൊണ്ട് വൃക്ഷലതാദികളും ഒക്കെ ഇന്ന് അവരൊക്കെ കൃതാർത്ഥമായി ഇന്ന്. അതുകൊണ്ട് കരുണാർദ്രമായിട്ടുള്ള ആ കടാക്ഷ വീക്ഷണങ്ങളെ കൊണ്ട് നദികള്, കുന്നുകള്, പക്ഷികള്, മൃഗങ്ങള് എല്ലാം അങ്ങയുടെ ഒരു സാന്നിധ്യം കൊണ്ട് ജന്മസാഫല്യം നേടി എന്ന് പറയാണ്. അതുകൊണ്ട് അങ്ങയുടെ ആ മാറിടത്ത് ഒന്ന് കാക്ഷിക്കുവാൻ വേണ്ടിയിട്ട് എങ്ങനെയാണോ മഹാലക്ഷ്മി
അവിടുത്തെ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ആ ഗോപികമാരെ രണ്ട് കൈകളുടെയും രണ്ട് കൈകളുടെയും ഇടയിൽ വെച്ചുകൊണ്ട് ആ ഉണ്ണിക്കണ്ണന്മാരെ എടുക്കുവാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നത് പോലെ ആ ഇനി അവര് അനുഭവിക്കാൻ പോകുന്നതായിട്ടുള്ള ആ ഒരു രംഗം. അപ്പം അങ്ങനെയുള്ള അങ്ങയുടെ ആ ഭുജങ്ങൾക്കിടയിലൂടെ ആലിംഗന സൗഖ്യം അനുഭവിക്കുന്നതായിട്ടുള്ള ഗോപികമാർക്കാണ് യഥാർത്ഥത്തില് ധന്യത എന്ന് ഇവിടെ പറയേണ്ടി വരും. എന്തായാലും ഏവം വൃന്ദാവനം ശ്രീമൽ കൃഷ്ണ പ്രീതമാനാ പശൂൻ തേമേ സഞ്ചാരയന്നദ്രേ സരിദ്രോധസ്സു സാനുഗാ. ഇത്ര കണ്ട് സമ്പൽ സമൃദ്ധിയുള്ള ഈ വൃന്ദാവനത്തെ ഗംഭീരമായിട്ട് അവിടുന്ന് വർണ്ണിച്ച് മനസ്സിന് സംതൃപ്തിയോടുകൂടി ഭഗവാൻ ആ ഗോവർദ്ധനം, അതുപോലെ തന്നെ ആ പർവ്വത പ്രാന്തത്തില് യമുനയുടെ തീരത്ത് കൂട്ടുകാരോടൊത്ത് ആ പശുക്കളെ മേച്ചുകൊണ്ട് ആനന്ദിച്ചു എന്ന് പറയാം. വനമാലയും മറ്റും ധരിച്ച് ഭഗവാൻ ആ ബലരാമനോടൊത്ത് പുഷ്പങ്ങളിലെ തേനുണ്ട് മതിച്ച് നടക്കുന്നതായിട്ടുള്ള ആ വണ്ടുകളുടെ ഹരിശബ്ദം അവിടുന്ന് കേൾക്കുമ്പോൾ അതിനെ എന്ത് ചെയ്യും? അതിനെ അനുകരിക്കും ഗോപന്മാരും അല്ലെങ്കിൽ ഭഗവാൻ രാമകൃഷ്ണന്മാര്. ക്വചിർഗായതികായസു മതാന്താളിഷ്വനുവ്രതൈ ഭഗീയമാനചരിത സ്രഗ്വി സംഘർഷണാന്യുതാം. അപ്പൊ അവര് ഹരിശബ്ദം മൂളുമ്പോഴേക്കും അതുപോലെ തന്നെ ഇവിടുന്ന് ഈ ഗോപന്മാരും കുട്ടികളും അവരുടെ ഒപ്പം അവിടുന്ന് മൂളിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ തന്നെ ഈ ഒരു വിനോദ ലീലകളൊക്കെ വാഴ്ത്തിക്കൊണ്ട് ഗോപന്മാര് എപ്പോഴും കീർത്തനങ്ങള് പാടിക്കൊണ്ടിരിക്കും. ഈ രാമകൃഷ്ണന്മാരുടെ മഹത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് പൊയ്കകളിലെ ഹംസങ്ങള് എങ്ങനെയാണോ പൂജനം ചെയ്യുന്നത് അതിനെ അനുകരിക്കുക. ചിലപ്പോൾ മയിലുകളോടൊപ്പം നൃത്തം വയ്ക്കുക, ചിരിക്കുക. ഇങ്ങനെ കന്നുകാലികളെയൊക്കെ ദൂരത്തേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവയൊക്കെ വേഗം ആ വേണു കൊണ്ട് അവരെയൊക്കെ അടുത്തേക്ക് എത്തിക്കുക. എന്നിട്ടോ അവിടെ നോക്കിക്കഴിയുമ്പോഴേക്കും അവരെ ക്വചിച്ച കളഹംസാം നാം അനുകൂജതി കൂജിതം അഭിനൃത്യതി നൃത്യന്തം ബർഹിണം ഹാസയൻ കുജിൽ മേഘഗംഭീരയാ വാച നാമഭിർദൂരഗാൻ പശൂൻ. പശുക്കളൊക്കെ ദൂരെ വല്ലതും പോയിട്ടുണ്ടെങ്കിൽ പേരെടുത്ത് വിളിക്കും. കൊമ്പുള്ള പശു, അല്ലെ, അതുപോലെ ഗോപിക്കുറിയുള്ള പശു, വെളുത്ത പശു, കറുത്ത പശു എന്നുള്ളതിനൊക്കെ ഭഗവാൻ എന്ത് ചെയ്യും? ആ വേണു കൊണ്ട് തന്നെ അവരവരുടെ ഓരോരോ രാഗങ്ങൾ അങ്ങനെ അതിലൂടെ വായിക്കുന്നു പറയാണ്. അപ്പം അവരെ ഒക്കെ നാഭഭിർ ദൂരഗാൻ പശുവിൻ, പേരെടുത്ത് അവരെ വിളിച്ചുകൊണ്ട് അവരെ വരുത്തും. ക്വചിതാഹ്വയതി പ്രീത്യ ഗോപാല മനോജ്ഞയാം. പിന്നെ ചകോര ചക്ര ക്രൗഞ്ച ചക്രാഹ്വ ഭാരദ്വാജ ബർഹിണാം. അവിടെ ചകോരം, ക്രൗഞ്ചം, ചക്രവാകം തുടങ്ങിയതായിട്ടുള്ള അവരുടെയൊക്കെ കളകൂജനങ്ങളെയൊക്കെ ഇവര് പരസ്പരം അനുകരിക്കുവാൻ വേണ്ടി അവര് തയ്യാറാകുന്നു ഗോപന്മാരൊക്കെ. അവിടെ അൻരൗദിസ്മ സത്വാനാം ഭീതവൽ വ്യാഘ്രസിംഹയോഹോ, അല്ലെ, നരി, അതുപോലെ തന്നെ സിംഹം തുടങ്ങിയായിട്ടുള്ള ഭയപ്പെടുത്തുന്നതായിട്ടുള്ള മൃഗങ്ങളെയും അവർക്ക് അവിടെ കാണാൻ ചിലപ്പോൾ അവര് കാണാറുണ്ട്. അത് കേട്ടോണ്ട് എന്ത് ചെയ്യും? ഈ ഗോപന്മാര് അവർക്ക് ഒപ്പം തന്നെ നിലവിളിക്കും എന്ന് പറയാണ്. എന്തായാലും അവിടെ കളിച്ച് തളർന്നതായിട്ടുള്ള ആ ബലരാമൻ മറ്റു ഗോപന്മാരുടെയൊക്കെ മടിയിൽ തലവെച്ചുകൊണ്ട്, അല്ലെ, അവിടുന്ന് കിടക്കും. അപ്പം ബലരാമേട്ടനാണ് ഇന്ന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ബലരാമേട്ടനെ ഇങ്ങനെ ആ ഗോപന്മാര് ആ മടിയിൽ വെച്ചങ്ങ് കിടത്തി. അങ്ങനെ വിശ്രമിക്കുന്നതായിട്ടുള്ള ആ ബലരാമനെ ഭഗവാൻ ആ തൻ്റെ പാദത്തിൽ വന്ന് ഇരുന്നുകൊണ്ട് ആ കാല് തടവിക്കൊണ്ടും ഒക്കെ അവിടുന്ന് വിശ്രമിക്കും. ചിലപ്പോഴവരെല്ലാം ഇടകലർന്നുകൊണ്ട് പാടും, അല്ലെ, ക്വചിൽ പല്ലവ തൽപേഷു നിയുദ്ധശ്രമകർഷിത വൃക്ഷമൂലാശ്രയശ്ചേതേ ഗോപോത്സംഗോപബർഹിണാം. അന്യേതനുരൂപാണി മനോജ്ഞാനി മഹാത്മന ഗായന്തി സ്മ മഹാരാജ സ്നേഹക്ലിന്നധിയശനേഹി. അവരെല്ലാവരും പാടും, നൃത്തം വയ്ക്കും, അതുപോലെ തന്നെ ഓടുക,
പരസ്പരം ദ്വന്ദ്വയുദ്ധം നടത്തുക, ഇങ്ങനെ ചെയ്യുന്ന ഗോപബാലന്മാരുടെ കൂടെ അവരെ ആ രാമകൃഷ്ണന്മാര് പല രീതിയിലുള്ള ലീലകളിലൂടെ അവരെ ആനന്ദിപ്പിച്ച് ചിരിപ്പിച്ചുകൊണ്ടിരിക്കും. എന്തായാലും മുഷ്ടിയുദ്ധത്തില് തളർന്ന് വല്ല വൃക്ഷച്ചുവട്ടിലും ഒക്കെ ചെന്ന് ഗോപബാലന്മാരായി ഇരുത്തി ആ മടിയില് തളിരുകൾ വെച്ചുകൊണ്ട് അതിൽ തലവെച്ച് സുഖമായി ആ ബലരാമേട്ടൻ അവിടെ ഉറങ്ങും. എന്തായാലും ഈ ബലരാമൻ സ്വാമി ആയാലും കൃഷ്ണനായാലും ഇവരുടെയൊക്കെ സ്പർശം കൊണ്ട്, ഭഗവത് സംസർഗത്താല് എല്ലാ പാപവും നശിക്കുന്നതായിട്ടുള്ള ആ ഗോപന്മാര് എത്ര ഭാഗ്യവാന്മാരാണ്. എന്തായാലും ഈ ഗോപന്മാരെന്ത് ചെയ്യും? ഭഗവാൻ ഏട്ടന്റെ കാല് ഒഴിയുന്ന സമയത്ത് ഭഗവാന്റെ കാല് ഗോപന്മാര് വന്ന് അവിടുന്ന് ഒഴിയും. ഇങ്ങനെ മറ്റു ചിലര് വീശിക്കൊണ്ടിരിക്കുക, വേറെ ചിലര് അദ്ദേഹത്തിന്റെ ആ ഉറക്കത്തിന് ആക്കം കൂട്ടുവാൻ വേണ്ടി സ്നേഹത്തോടെ ഈണത്തിലെ മൂളിപ്പാട്ടുകളൊക്കെ പാടി അവിടുന്ന് ഉറക്കും. ഇങ്ങനെ ആ ഗോപന്മാര് രാമകൃഷ്ണന്മാരോട് സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന രംഗങ്ങള്, സാക്ഷാൽ ശ്രീ ഭഗവതി തഴുകുന്നതായിട്ടുള്ള ശ്രീ പാദപല്ലവത്തോടു കൂടിയിട്ടുള്ള ഭഗവാൻ തൻ്റെ മായാ വൈഭവത്താൽ യഥാർത്ഥമായിട്ടുള്ള തൻ്റെ ഉള്ളിലുള്ള ആത്മഭാവത്തെ മറച്ചുവെച്ച് ആ നന്ദഗോപന്മായിക്കൊണ്ട്, ഗോപന്മാരുടെ കൂട്ടുകാരനായിക്കൊണ്ട്, അല്ലെ, അവർ പലതും ഈ ഭൗതികമായിട്ടുള്ള ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഇതിനൊക്കെ അനുകരിക്കേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ സൃഷ്ടിച്ചിട്ടുള്ള ഭഗവാനാണെങ്കിൽ, അപ്പം ഈ ഒരു ഇടയ ചെറുക്കൻ എന്നുള്ള രീതിയിൽ അല്ലെ അവരുടെ കൂടെ ഓരോന്നും അനുകരിച്ചുകൊണ്ടൊക്കെ കേവലം ഒരു ഗ്രാമീണരായിട്ടുള്ള ഗോപബാലന്മാരോടൊത്ത് ഗ്രാമീണർക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നു. എന്തായാലും അവിടെയൊക്കെ നമുക്ക് ആ ഭഗവാന്റെ ഈശ്വരഭാവത്തെയൊക്കെ അവിടെ മുഴച്ചു കാണാൻ സാധിക്കും എന്ന് അവിടെ പറയുന്നു അവിടെ. പിന്നെയോ അവിടെ രാമനെ ഗോപബാലന്മാരിലെ രാമകൃഷ്ണന്മാരുടെ ഉറ്റ സുഹൃത്തായിട്ടുള്ള ശ്രീതാമാവ്, അതുപോലെ തന്നെ സുബലൻ, തോകകൃഷ്ണൻ, ഇങ്ങനെയുള്ള ഗോപബാലന്മാരും ഒക്കെ സ്നേഹപൂർവം ആ രാമകൃഷ്ണന്മാരെ പുകഴ്ത്തിക്കൊണ്ട് അവിടുന്ന് സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു, അല്ലയോ നല്ല അല്ലെ ബലവാനായിട്ടുള്ള ആളാണ് ഹേ ബലരാമസ്വാമി. അതുപോലെ കണ്ണനെ സംബന്ധിച്ചിടത്തോളം കണ്ണനാണെങ്കിൽ ഇവിടെയുള്ള എല്ലാ തടസ്സങ്ങളെയും ഇല്ലാണ്ടാക്കുന്നു, അല്ലെ, ദുഷ്ടസംഹാരം ചെയ്യുന്ന ആളാണ് കണ്ണൻ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ഇവിടെ അടുത്തൊരു കാടുണ്ട്, കരിമ്പന കാടുണ്ട്. അവിടെ ആ കരിമ്പന കൂട്ടത്തില് ധാരാളം പഴങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദുഷ്ടനായിട്ടുള്ള ഒരു അസുരൻ അത് പിടിച്ചടക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഒരു അസുരന്റെ സ്വാധീനത്തിലാണ് ഇരിക്കുന്നത്, ആർക്കും അത് ഭക്ഷിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഹേ രാമകൃഷ്ണന്മാരെ, ബലശാലിയായിട്ടുള്ള ഹേ ബലരാമസ്വാമി, അതുകൊണ്ട് ആ അസുരനായിട്ടുള്ള കഴുതയുടെ രൂപത്തിൽ വന്നിട്ടുള്ള ധേനുകനെ അവിടുന്ന് നിഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ആ പഴങ്ങൾ തിന്നാനൊരു മോഹം. അവർ പറയുന്നുണ്ട്, യദ്യന്തേ ഭുക്തപൂർവാണി ഫലാനി സുരഭിർഗന്ധോ അവിടെ പറയുന്നു, ഈ ഇതുവരെ ആരും തന്നെ ഭുജിക്കാത്തതായിട്ടുള്ള ആ പഴങ്ങള് ആരും ഭുജിച്ചിട്ടില്ല. എന്താ കാരണം? നല്ല സുഗന്ധമാണ് അതിന്. ആ സുഗന്ധം എന്നാൽ വൃന്ദാവനത്തിന് മുഴുവൻ അത് പകർന്നു വരികയും ചെയ്യും. ആരെങ്കിലും അത് കഴിക്കുവാൻ വേണ്ടി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാല് ഈ ധേനുവിൻ സമ്മതിക്കുകയില്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ധേനുവിനോട് പറഞ്ഞു, എന്താണ്, അങ്ങനെയാണെങ്കിൽ ഏഷ വൈ സുരഭിർഗന്ധോ വിശൂചീനോപഗൃഹ്യതേ. ഈ വാസന വരുന്നത് കൊണ്ട് ഇവർക്കും ഒരു മോഹം കഴിക്കാൻ. അതുകൊണ്ട് എന്ത് ചെയ്തു? സുഹൃത്പ്രിയ ചികീർഷയാ. എന്തായാലും ആ സുഹൃത്തുക്കളുടെ വാക്കുകളെയൊക്കെ കേട്ടുകൊണ്ട് പ്രഹസ്യ ജഗ്മദുർഗോപേർ പ്രഥൗ താലവനം പ്രഭു. ആ ഒരു ചെറിയൊരു പുഞ്ചിരിയോടുകൂടി ഭഗവാൻ അവരുടെ മോഹം സാധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഗോപബാലന്മാരോടുകൂടി നേരെ ആ താലവനത്തിലേക്ക് യാത്രയായി. താലവനം എന്ന് പറഞ്ഞാൽ കരിമ്പനക്കൂട്ടം എന്നാണ് പറയുക, അല്ലെങ്കിൽ വേറൊരു ഭാഷയിലും പറയാറുണ്ട് ഈ ഈന്തപ്പനകള് ധാരാളമുള്ള സ്ഥലം. അപ്പം അങ്ങനെയുള്ള ആ എന്തായാലും രണ്ടും പഴങ്ങൾ തന്നെയാണ്. ആ അങ്ങോട്ട് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ്, തസ്മാകൃത നരാഹാരാൽ ഭീതേർ നൃഭിരമിത്രഹൻ. അതായത് ഇവനെ സംബന്ധിച്ചിടത്തോളം നരഭോജിയായിട്ടുള്ള ആളാണ് ഈ ധേനുകൻ.
അസുരനായിട്ട് വന്നിട്ടുള്ള ഈ ധേനു എന്ന് പറയുന്നത്. അവന്റെ കൂട്ടുകാരൻ ധാരാളം വന്നിട്ടുണ്ട്. കഴുതയുടെ വേഷത്തിൽ വന്നിട്ടുള്ള ഈ നരഭോജികളായിട്ടുള്ള ഇവൻ അവിടെ നിൽക്കുന്നത് കൊണ്ട് പക്ഷികൾ പോലും അവിടെ ആ പഴങ്ങൾ പറിക്കുവാൻ വേണ്ടി ചെല്ലുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ പക്ഷികൾക്ക് പോലും അടുക്കുന്നില്ല എങ്കിൽ ഇവന്റെ ഉള്ളില് മായാവിദ്യ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പം ഇത്തരക്കാരെ വെച്ചിരിക്കുവാൻ വേണ്ടിട്ട് ഇഷ്ടപ്പെടാത്തവരാണ് ആര്? രാമകൃഷ്ണന്മാര്. അതുകൊണ്ട് അവതാരോദ്ദേശം പരോക്ഷമായിട്ട് ഇവിടെ അനുസ്മരിക്കുകയാണ്. ബലപ്രവിശ്യ ബാഹുഭ്യം താലാൻ സംപരികമ്പയൻ ഫലാനി പാതയാമാസ മതംഗജൈവ ഊജസ. ബലരാമൻ നേരെ അവിടെ ചെന്നു. എങ്ങനെയാണ് ചെന്നത്? മതംഗജ, അല്ലെ? ഒരു മതയാന എങ്ങനെയാണോ കുതിച്ച് പാറി ചെല്ലുന്നത്, അതുപോലെ ആ മതയാനയുടെ ശൗര്യത്തോടുകൂടി ബലരാമൻ ആ കരിമ്പന കാട്ടിലേക്ക് അങ്ങോട്ട് ചെന്നു. ആ കരിമ്പനകളൊക്കെ ശക്തിയായിട്ട് അങ്ങോട്ട് കുലുക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ധാരാളം പനമ്പഴങ്ങൾ അങ്ങ് അവിടെ നിലത്ത് വീണു. പഴങ്ങൾ വീഴുന്ന ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ധേനുകാസുരൻ ആരാണ് എന്നുള്ളൊരു രീതിയിൽ ഇത്ര കണ്ട് ധൈര്യത്തോടു കൂടി ആരാണ് ഇവിടെ കയറിയിട്ടുള്ളത് മനസ്സിലാക്കി ആ കഴുതയുടെ രൂപത്തിൽ വന്നതായിട്ടുള്ള ധേനുകൻ കാട്ടിലേക്ക് വരുമ്പോ തന്നെ വൃക്ഷങ്ങളൊക്കെ ഇളക്കി മറിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പം അങ്ങനെയുള്ള ഭൂപ്രദേശം മുഴുവൻ കുലുക്കുന്ന രീതിയിൽ പാഞ്ഞെത്തി അവിടെ മഹാബലവാനായിട്ടുള്ള അസുരൻ ഒരു തന്റെ കഴുതയുടെ ശബ്ദത്തില് പരുക്കൻ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് വന്ന് ആ തന്റെ രണ്ട് പിൻകാലുകളെ കൊണ്ടും ആ ബലരാമസ്വാമിയുടെ മാറത്തേക്ക് അങ്ങോട്ട് ചവിട്ടി അങ്ങോട്ട് അവിടെയൊക്കെ എന്നിട്ട് പരക്കം പാഞ്ഞു നടന്നു. അങ്ങനെ അസുരൻ വീണ്ടും വന്ന് മുഖം തിരിച്ചു നിന്നുകൊണ്ട് പിൻകാലുകൾ കൊണ്ട് തന്നെ ദേഷ്യത്തോടെ ബലരാമനെ ചവിട്ടുവാൻ വേണ്ടി തയ്യാറായി. ബലരാമൻ എന്ത് ചെയ്തു? ആ രണ്ടാമത്തെ ചവിട്ട് അങ്ങോട്ട് തയ്യാറായപ്പോഴത്തേക്കും ആ രണ്ട് കാലുകളെ അങ്ങോട്ട് കൂട്ടി അങ്ങോട്ട് പിടിച്ച് ആ അവയുടെ അഗ്രം ചേർത്തുകൊണ്ട് ഒരു പനയുടെ മുകളിലേക്ക് ചുഴറ്റി അങ്ങോട്ട് എറിഞ്ഞു കൊടുന്ന് ആ ചുഴറ്റിലിൽ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ തന്നെ യഥാർത്ഥത്തിൽ അവന്റെ ആ ശ്വാസമൊക്കെ നിലച്ചോടെ അങ്ങനെ അവന്റെ ജീവൻ അവിടുന്ന് നശിപ്പിച്ചു എന്ന് പറയാണ്. എന്തായാലും അതിനുശേഷം ആ ഏറിന്റെ ആഘാതത്താല് ആ കരിമ്പന മറ്റൊന്നിലേക്ക് ഇടിച്ച് കരിമ്പന വൃക്ഷങ്ങളൊക്കെ മറിഞ്ഞു വീണു. അങ്ങനെ അതുപോലെ അതിനോട് തന്നെ ഒരു കൊടുങ്കാറ്റ് പോലെയായിരുന്നു ഇവനെ ഇങ്ങനെ എറിഞ്ഞ സമയത്ത് വലിയൊരു കൊടുങ്കാറ്റ് വന്ന പോലെയായി. ഈ കൊടുങ്കാറ്റ് വന്നതോടുകൂടി പനകളൊക്കെ ഓരോന്നോരോന്നായിട്ട് കുലുങ്ങി പലതും അവിടെ നിലംപതിച്ചു. എന്തായാലും ആ ജഗദീശ്വരനായിട്ടുള്ള ശേഷനായിട്ടുള്ള അനന്തനായിട്ടുള്ള ആ ബലരാമസ്വാമിയുടെ ഈ ഒരു പ്രവൃത്തിയില് യാതൊരു ആശ്ചര്യവും വേണ്ട. കാരണം ഭഗവാൻ തന്നെയാണ് അത്. എന്തായാലും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ, നമ്മൾ പറയാറുണ്ട് വസ്ത്രങ്ങൾക്ക് നൂലുകൾക്ക് ഊടും പാവും ചേർന്നാണ് വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഈശ്വരന്റെ ഒരു അനന്യമായിട്ടുള്ള ഒരു ശക്തി തന്നെയാണ് ഈ പ്രപഞ്ചം എന്നുള്ളത് അവിടെ വിസ്മരിക്കേണ്ടതായിട്ടില്ല. അവിടെ എന്തായാലും ധേനുകന്റെ ബന്ധുക്കളായിട്ടുള്ള ധാരാളം അസുരന്മാരൊക്കെ പിന്നീട് കഴുതകളായിട്ട് അവിടെ വന്നു. അവരെയൊക്കെ ഭഗവാനും കൂടി ചേർന്ന് അവരെയൊക്കെ കൊന്ന് പകരം വീട്ടുവാൻ വേണ്ടി കഴുതയുടെ രൂപത്തിൽ വന്ന് അവർക്കും നേരെയൊക്കെ യുദ്ധം ചെയ്ത് അവരെയൊക്കെ ഓടിച്ചു വിട്ട് രാമകൃഷ്ണന്മാര് ഈ എങ്ങനെയാണോ ധേനുകനെ നിഗ്രഹിച്ചത് അതുപോലെ തന്നെ ആ പിൻകാലുകൾ പിടിച്ചു എറിഞ്ഞ് ആ പനകളുടെ മുകളിലേക്ക് എറിയും അല്ലെ. നമ്മളൊക്കെ പഴങ്ങൾ എറിയുവാൻ വേണ്ടി നമ്മൾ ഈ എന്താണ് കമ്പെടുത്ത് എറിയല്ലേ എന്ന് പറഞ്ഞ പോലെ ഈ പഴങ്ങളെ വീഴ്ത്തുവാൻ വേണ്ടിയിട്ട് ഇപ്പം ഈ വന്നിട്ടുള്ള കഴുതകളുടെ കാല് പിടിച്ചെറിഞ്ഞാണ് ഇപ്പൊ പഴങ്ങളൊക്കെ വീഴ്ത്തുന്നത്. എന്തായാലും പനകളുടെ ആ തലപ്പുകളൊക്കെ അവിടെ നിലംപതിച്ചു. കൂടെ ധാരാളം പഴങ്ങളും ഒക്കെ അവിടെ വന്നു. അങ്ങനെയുള്ള അസുരന്മാരായിട്ടുള്ള ഇവരുടെ ചത്ത അസുര ശരീരങ്ങളും എല്ലാം കൊണ്ടും അവിടെ ഒരു വലിയൊരു കാർമേഘം മഴക്കാർ കൊണ്ട് മൂടിയതായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണോ ആകാശം നമുക്ക് കാണുന്നത് അതേപോലെ അവിടെ ശോഭിച്ചു. രാമകൃഷ്ണന്മാരുടെ ഈ ഒരു മഹൽകൃത്യം കണ്ടുകൊണ്ട് ആകാശത്തെ ദേവന്മാരെല്ലാം അവിടുന്ന് വീക്ഷിച്ചു. അവരെ പുഷ്പവൃഷ്ടികളെയൊക്കെ ചെയ്തു. വാദ്യഘോഷങ്ങളൊക്കെ മുഴക്കി സ്തുതിച്ചുകൊണ്ടൊക്കെ ഈ രാമകൃഷ്ണന്മാരുടെ പ്രവൃത്തിയെ അവിടുന്ന് അനുമോദിച്ചു എന്ന് പറയുകയാണ്. എന്തായാലും ധേനുകനും കൂട്ടരും ഒക്കെ വധിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും ജനങ്ങൾ നിർഭയരായി. അവരൊക്കെ സന്തോഷമായി. ഇപ്പം അല്ലാതെ ഈ താലവനത്തിലേക്ക് പ്രവേശിക്കാൻ പോലും സാധിക്കാത്തതായിരുന്നു. അവിടെ പശുക്കളും മറ്റു മൃഗങ്ങളും സാധുമൃഗങ്ങളും പക്ഷികളും എല്ലാവരും യാതൊരുവിധ പേടിയും കൂടാതെ ആ
സാലവനത്തിൽ കയറി മേഞ്ഞു. പുണ്യജനങ്ങളായിട്ടുള്ള ശ്രവണ കീർത്തനങ്ങളോട് കൂടിയതായിട്ടുള്ള ആ ചിന്താമരക്കണ്ണനായിട്ടുള്ള ഭഗവാൻ ജ്യേഷ്ഠനായിട്ടുള്ള ബലരാമനോടുകൂടി ഗോപന്മാരോടുകൂടി നേരെ അവിടെ നിന്നും വൃന്ദാവനത്തിലേക്ക് തിരിച്ചു മടങ്ങി. അവരുടെ ആ പ്രവർത്തികളെയൊക്കെ വാഴ്ത്തി സ്തുതിക്കുന്നതായിട്ടുള്ള കീർത്തനങ്ങള് പാടിക്കൊണ്ടാണ് ഗോപന്മാര് ആ രാമകൃഷ്ണന്മാരുടെ കൂടെ വൃന്ദാവനത്തിലേക്ക് തിരിച്ചു പോയത്. എന്തായാലും അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഗോപികമാരെങ്ങനെയാണ് ഈ രാമകൃഷ്ണന്മാരുടെ വരവിങ്ങനെ കാത്തുകൊണ്ടിരിക്കും അല്ലെ. അതിന്റെ ഒരു ഭംഗിയായിട്ടുള്ള ഒരു ശ്ലോകമാണ് 42-43. തം ഗോരജുരിത കുന്തള ബദ്ധബർഹവന്യ പ്രസൂന രുചിരേക്ഷണ ചാരുഹാസം വേണും ഗുണന്തമനുഗൈരനുഗീത കീർത്തിം ഗോപ്യോദിദൃക്ഷിത ദൃശോഭ്യഗമൻ സമേതാഃ. അത്ര ഭംഗിയായിട്ട് അല്ലെ ആ മുടിയില് മയിൽപ്പീലി ചൂടി, അതുപോലെ തന്നെ ആ തലയില് കാട്ടുപൂക്കളും ഒക്കെ അണിഞ്ഞുകൊണ്ട് അവയടക്കം ആ മുഖമാകെ ആ പൈക്കുട്ടികളുടെ കുളമ്പിൽ നിന്നും ഉണ്ടാകുന്നതായിട്ടുള്ള പൊടിപടലങ്ങളൊക്കെ തന്റെ മുഖത്ത് പറ്റിയിരിക്കുന്നു. അങ്ങനെ കണ്ണഞ്ചിപ്പിക്കുന്നതായിട്ടുള്ള തന്റെ കടാക്ഷ വീക്ഷണങ്ങളത്തോടു കൂടിയും അതന്നെയല്ല ഭഗവാന്റെ നിത്യം വിടാത്തതായിട്ടുള്ള ആ ഒരു നറുപുഞ്ചിരിയോടും കൂടി വരുന്നതായിട്ടുള്ള രാമകൃഷ്ണന്മാരുടെ ആ ഒരു രംഗം അല്ലെ. ഗോപബാലന്മാരുടെ ആട് കൂടിയിട്ട് അവരുടെ കീർത്തനങ്ങളോട് കൂടിയിട്ടുള്ള ആ ശ്രീകൃഷ്ണന്റെ വരവും കാത്തുകൊണ്ട് ഗോപ്യോദൃക്ഷിത ദൃശോഭ്യഗമൻ സമേത ഗോപികമാര് എതിരേക്കാൻ വേണ്ടിയിട്ട് അവർ തയ്യാറായിട്ടിരിക്കുന്നു. എത്ര നേരായി കാണാൻ വേണ്ടിയിട്ട് പീത്വാ മുകുന്ദ മുഖസാരകം അക്ഷിഭൃംഗൈസ്താപം ജഹുർവിരഹജം പ്രജയോഷിതോന്നി സൽകൃതിം സമധിഗമ്യ വേഷഗോഷ്ടം സവ്രീഡഹാസവിനയം യഥപങ്കമോക്ഷം. അങ്ങനെ ആ കണ്ണന്റെ വരവും കാത്ത് കണ്ണും നട്ടിരിക്കുന്നതായിട്ടുള്ള ഗോപികമാര് അദ്ദേഹത്തിന്റെ മുഖമാകുന്ന ആ താമരയിലെ ആ നറും തേൻ നുകരുവാൻ വേണ്ടിയിട്ട് അല്ലെ. അവരെങ്ങനെയാണ് നറും തേൻ നുകരുന്നത് എങ്ങനെയാണ്? അവരുടെ കണ്ണുകളാകുന്ന വണ്ടുകള് അല്ലെ, ഗോപികമാരുടെ കണ്ണുകളാകുന്ന നേത്രങ്ങളാകുന്ന വണ്ടുകളെ കൊണ്ട് ആ ഭഗവാന്റെ മുഖത്തുള്ള തേൻ മുഴുവൻ അല്ലെ, എങ്ങനെയാണോ പകൽ സമയത്ത് മുഴുവൻ ഈ കിട്ടുന്നതായിട്ടുള്ള ഒരു വേർപാട്, ആ പകൽ സമയത്തുണ്ടാകുന്ന വേർപാട് നിമിത്തം ഉണ്ടാകുന്നതായിട്ടുള്ള ഈ വിരഹ ദുഃഖത്തെയൊക്കെ എങ്ങനെയാണ് ശമിപ്പിക്കുന്നത്? ഈ വരുന്നതായിട്ടുള്ള രംഗം കണ്ടുകൊണ്ട് ആ നേത്രങ്ങളെ കൊണ്ട് ആ മുഖത്തിലുള്ള എല്ലാ തേനും അവിടുന്ന് നുകർന്നെടുക്കുന്നു. അവര് അങ്ങനെ തങ്ങളുടെ ആ ലജ്ജ, അതുപോലെ തന്നെ വിനയം, മന്ദസ്മിതം, ഇങ്ങനെയൊക്കെ എല്ലാം ഏതിലൂടെ കാണിച്ചു കൊടുക്കും? തന്റെ കണ്ണുകളിലൂടെ കണ്ണന് കാണിച്ചു കൊടുക്കൂടെ അല്ലെ. നോട്ടം കൊണ്ട് ആ ഭഗവാനെ അവിടുന്ന് സ്വീകരിക്കും. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്യും? ഭഗവാൻ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ആ ഗോപികമാരുടെ അല്ലെ കണ്ണിൽ നിന്നും വരുന്നതായിട്ടുള്ള വർത്തമാനങ്ങളെ സ്വീകരിച്ചുകൊണ്ട്, അഭിനന്ദിച്ചുകൊണ്ട്, ആനന്ദിച്ചുകൊണ്ട്, അനുഗ്രഹിച്ചുകൊണ്ട് ഭഗവാൻ അതെല്ലാം ആസ്വദിച്ച് ആ വ്രജത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു. ഇങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കോ തയോർ യശോദാരോഹിണ്യോ പുത്രയോ പുത്രവത്സലേ യഥാകാമം യഥാകാലം വ്യധത്താം പരമാശിഷ. ആ വാത്സല്യവതികളായിട്ടുള്ള യശോദയും രോഹിണിയും ആ രാമകൃഷ്ണന്മാരോട് ഇപ്രകാരം സമയത്തിന് ഒത്തതായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഒക്കെ അവർക്ക് നൽകി. അവർ നന്നായി അവിടുന്ന് വന്നു കഴിഞ്ഞ് ഗതാധ്വാനശ്രമോ തത്ര മജ്ജനേന്മർദ്ദനാദിഭീനി വിംവസിത്വ രുചിരാം ദിവ്യസ്രഗന്ധമണ്ഡിതോ. സുഖമായിട്ട് തേച്ചു കുളിപ്പിച്ച് ആ ദേഹത്തുള്ള എല്ലാ ചെളികളും ഒക്കെ മാറ്റി വൃത്തിയായിട്ട് കുളിപ്പിച്ച് പുതുവസ്ത്രങ്ങളൊക്കെ അണിയിച്ച് മനോഹരമായിട്ടുള്ള മാലകളൊക്കെ ചാർത്തി ആഭരണങ്ങള് കുറിക്കൂട്ടുകളൊക്കെ തൊടിവിച്ചുകൊണ്ട് അവരെയൊക്കെ അമ്മമാര് തയ്യാറാക്കിയതായിട്ടുള്ള വെണ്ണയും പാലും ഒക്കെ ആഹാരവും ഒക്കെ കഴിച്ച് നല്ല കിടക്കുകളില് കിടന്ന് സുഖമായിക്കൊണ്ട് കഥകളും പറഞ്ഞുകൊണ്ട് ആ രാമകൃഷ്ണന്മാരുടെ കൂടെ ഉറക്കം തുടങ്ങി അവിടുന്ന്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇങ്ങനെ ആ ഒരു ദിവസം അവിടെ കഴിച്ചുകൂട്ടി. പിന്നീട് ഒരു ദിവസമാണ് ഭഗവാൻ രാമനെ കൂടാതെ മറ്റു ഗോപന്മാരോടൊത്ത് വൃന്ദാവനത്തിലൂടെ ആ കാളന്തി തീരത്തിലേക്ക് പോവുകയുണ്ടായി. അഥ ഗാവശ്ച ഗോപാശ ഇതാഘാതപീഡിതാഹ
ദുഷ്ടം ജലം ബഭുസ്തസ്യ തൃഷാർത്ത വിഷദൂഷിതം. അത്യുഗ്രമായിട്ടുള്ള വെയിൽ ചൂടേറ്റ് തളർന്നും ദാഹിച്ചും അവശരായിട്ടുള്ള ഗോപന്മാര്, അതുപോലെ തന്നെ പശുക്കള് യമുനയിലെ ജലം കുടിക്കുവാൻ വേണ്ടി ചെന്നു. അവരാകട്ടെ അതിലുള്ള വിഷാംശം ഉള്ളിൽ എത്തിയതോടുകൂടി അവർക്കൊക്കെ മോഹാലസ്യപ്പെട്ടു വീണു. ഈശ്വരേച്ഛയ്ക്ക് അടിമപ്പെട്ടുകൊണ്ട് ആ ജലം കഴിച്ചവരെല്ലാവരും അവിടെ മോഹാലസ്യപ്പെട്ട് ചിലര് മരിച്ചു വീഴുന്നു. ഇങ്ങനെയൊക്കെ കണ്ടപ്പോഴത്തേക്കും താൻ മാത്രം നാഥനായിട്ടുള്ള അവർക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ യോഗേശ്വരന്മാർക്കും ഈശ്വരനായിട്ടുള്ള കൃഷ്ണൻ തന്നെ തൻ്റെ അമൃതൂറുന്നതായിട്ടുള്ള കടാക്ഷങ്ങളെ കൊണ്ട് നോക്കി അങ്ങനെ അവർക്ക് പുതുജീവൻ അവിടുന്ന് ഉണ്ടായി. എന്തായാലും സ്വബോധം വീണ്ടും കിട്ടിയതായിട്ടുള്ള അവരവിടെ വെച്ച് തന്നെ ആശ്ചര്യപൂർവം ആ ഭഗവാനെ നോക്കി നിന്നു. ഇങ്ങനെ ഭഗവാന്റെ അത്ഭുതമായിട്ടുള്ള ലീലകള് അവിടെ കണ്ടു. എന്തായാലും ഈ വിഷം കലർന്ന ആ ജലം പാനം ചെയ്ത് മരിച്ചു തങ്ങൾക്ക് വീണ്ടും ജീവൻ വെച്ചത് ഭഗവാൻ കൃഷ്ണന്റെ കരുണാകടാക്ഷമാണ് എന്നുള്ളതൊക്കെ അവര് പുകഴ്ത്തിക്കൊണ്ട് അവിടുന്ന് പറഞ്ഞു. അളികളും നല്ല കിളികളും പാറി കളിക്കാതെ കാണും കളിന്തജിയിലെ വിളി കൊണ്ട് സർപ്പ ചളിക്കുണ്ടിൽ വക്കിൽ ഒളിഞ്ഞു നീ പോയി കളിക്കൊല്ലന്നമ്മ പ്രതിദിനമോതുന്നതീനെയും മറന്നതിൻ ചെന്നു കണ്ണൻ കുതിച്ചു ചാടിനാൻ. എന്തായാലും കാളന്തിയുടെ പക്കത്തേക്കൊന്നും പോകരുത് എന്ന് യശോദയും രോഹിണിയും ഒക്കെ രാമകൃഷ്ണന്മാരോട് പറയുന്നുണ്ട്. എങ്കിൽ പോലും ഇന്ന് രാമേട്ടനെ കൂടാതെ ആ ജനങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ആ കാളിന്തിയിലേക്ക് എടുത്തു ചാടുവാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ള ആ കാളിയമർദ്ദനമൊക്കെയാണ് നമുക്ക് ഇനി അനുസ്മരിക്കേണ്ടത്. അത് നമുക്ക് നാളെ അനുസ്മരിക്കാം. ഇപ്പൊ നമുക്ക് ഈ 15ാമത്തെ അധ്യായം പാരായണത്തിലേക്ക് കിടക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ